ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിന്റെ മോഡ്യൂൾ 6 ഓവർവ്യൂ ഓഫ് ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ സോൾവ് ചെയ്യുന്നത്. പാർട്ട് 1 ആണ്. പാർട്ട് 2 ഫങ്ഷൻസ് തരുമ്പം അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ പാർട്ട് 2 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി മോഡ്യൂൾ 6 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. അതുപോലെ കൺട്രോൾ സിസ്റ്റത്തിന്റെ എല്ലാ മോഡ്യൂൾസിന്റെയും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യുക. ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ് വീഡിയോസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ഇസഡ് ട്രാൻസ്ഫോമിന്റെ വീഡിയോസ് ഓൾറെഡി ഞാൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതിനകത്ത് ഇസഡ് ട്രാൻസ്ഫോമും അതുപോലെ കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിറ്റർമൈൻ ദ ഇസഡ് ട്രാൻസ്ഫോം ആൻഡ് ദെയർ ROC ഫോർ ദ ഫോളോയിങ് ഡിസ്ക്രീറ്റ് സീക്വൻസസ്. രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സീക്വൻസ് f of k equals 3, 2, 5, 7. And second sequence f of k equals 2, 4, 5, 7, 3. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇസഡ് ട്രാൻസ്ഫോം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇസഡ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻസ് ആദ്യം എഴുതുക. അപ്പം എഫ് ഓഫ് കെയുടെ ഇസഡ് ട്രാൻസ്ഫോം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് കെ ഈക്വൽ ടു, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ k equals minus infinity to infinity f of k z raised to minus k. ഇതാണ് ഇസഡ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ വരുന്നത്. That is, if z transform of f of k equal to, it is represented by f of z, which is equal to summation k varies from minus infinity to infinity. ആ ഫംഗ്ഷൻ തന്നിരിക്കുന്ന സീക്വൻസ് f of k ഇൻറ്റു എന്ത് ചെയ്യും, z raised to minus k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഒരു സീക്വൻസ് ആണ് നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന ഫസ്റ്റ് എഫ് ഓഫ് കെ നോക്കാം. ഫസ്റ്റ് നമ്മൾ എഫ് ഓഫ് കെന്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് സീക്വൻസ് 3, 2, 5, 7 ആണ് തന്നിരിക്കുന്നത്. അതിൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തത് എന്തായിട്ട് എടുക്കും, എഫ് ഓഫ് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. സെക്കൻഡ് എഫ് ഓഫ് 1, ദിസ് ഈസ് എഫ് ഓഫ് 2 ആൻഡ് ദിസ് ഈസ് എഫ് ഓഫ് 3. ഓക്കെ. അപ്പൊ ഇവിടെ കെയുടെ വേരിയേഷൻ ഇവിടെ തൊട്ട് 0 തൊട്ട് 3 വരെയാണ്. നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു, ഇവിടെ 0 തൊട്ട് 3 വരെയാണ്. കെ വേരിയസ് ഫ്രം 0 to 3. നമ്മളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് കെ സീക്വൻസ് എഫ് ഓഫ് കെ ഇൻറ്റു എന്തോരും ഇസഡ് റേസ് ടു മൈനസ് കെ വരും. ഇതെന്ത് ചെയ്യണം, ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. കെയുടെ വേരിയേഷൻസ് 0 to 3 വരെ ഇത് എക്സ്പാൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് നമ്മൾ കെക്ക് 0 കൊടുക്കും. അപ്പൊ എന്ത് വരും, എഫ് ഓഫ് 0 ഇസഡ് റേസ് ടു 0 വരും. ഇസഡ് റേസ് ടു 0 എന്ന് വെച്ചാൽ 1 ആണ്. പ്ലസ് അടുത്ത എഫ് ഓഫ് 1 കൊടുക്കും. സമ്മേഷൻ, അതുകൊണ്ടാണ് പ്ലസ് വന്നത്. എഫ് ഓഫ് 1 കെക്ക് 1 കൊടുക്കുമ്പോൾ ഇസഡ് റേസ് ടു മൈനസ് 1 വരും. അടുത്ത പ്ലസ് എഫ് ഓഫ് 2 ഇസഡ് റേസ് ടു മൈനസ് 2 അപ് ടു എവിടം വരെ പോകണം, 3 വരെ. ദാറ്റ് ഈസ് പ്ലസ് എഫ് ഓഫ് 3 ഇസഡ് റേസ് ടു മൈനസ് 3. ഓക്കെ. ഇപ്പൊ നമ്മൾ കെയുടെ വേരിയേഷൻ 0 to 3 വെച്ചിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തു. സമ്മേഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് 1 കൊടുത്തു, ഫസ്റ്റ് 0 കൊടുത്തു. എഫ് ഓഫ് 0 ഇസഡ് റേസ് ടു 0 പ്ലസ് എഫ് ഓഫ് 1 ഇസഡ് റേസ് ടു മൈനസ് 1 പ്ലസ് എഫ് ഓഫ് 2 ഇസഡ് റേസ് ടു മൈനസ് 2 പ്ലസ് എഫ് ഓഫ് 3 ഇസഡ് റേസ് ടു മൈനസ് 3. ഇനി ഓൾറെഡി നമുക്ക് എഫ് ഓഫ് 0ന്റെയും എഫ് ഓഫ് 1ന്റെയും എഫ് ഓഫ് 2ന്റെയും എഫ് ഓഫ് 3ന്റെയും വാല്യൂസ് അറിയാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0ന്റെ വാല്യൂ 3 ആണ്. 3 പ്ലസ് എഫ് ഓഫ് 1ന്റെ വാല്യൂ 2 ഇസഡ് റേസ് ടു മൈനസ് 1 പ്ലസ് എഫ് ഓഫ് 2 5 ഇസഡ് റേസ് ടു മൈനസ് 2 പ്ലസ് എഫ് ഓഫ് 3 7 ഇസഡ് റേസ് ടു മൈനസ് 3. ഇതാണ് ഈ കറസ്പോണ്ടിങ് ഫസ്റ്റ് സീക്വൻസിന്റെ അതിന്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പൊ നോർമലി ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിന് നമ്മൾ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂളാണ് ഇസഡ് ട്രാൻസ്ഫോം. കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്, സാമ്പിൾഡ് സിസ്റ്റത്തിന് നമ്മൾ ഇസഡ് ട്രാൻസ്ഫോം ആണ് ഇതിന്റെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ കറസ്പോണ്ടിങ് സീക്വൻസിന്റെ ഇസഡ് ട്രാൻസ്ഫോം കിട്ടി. ഇനി ക്വസ്റ്റിനകത്ത് ROCയും കൂടെ പറയുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ
ROC മീൻസ് റീജിയൻ ഓഫ് കൺവേർജൻസ് ആണ്. അപ്പൊ ഇതിന്റെ കേസിൽ ഈ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് -∞ to ∞ എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. ഓക്കെ, ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. ഓക്കെ, അതായത് കെയുടെ വേരിയേഷൻസ് എന്താണ്? -∞ ആണ്. അപ്പൊ നോർമലി നമ്മൾ -∞ വെച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് കിട്ടും? ഒരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻസ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് കിട്ടിയ എഫ് ഓഫ് ഇസഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എടുത്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 3 + 2 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് 5 ഇസഡ് റൈസ് ടു -2 പ്ലസ് 7 ഇസഡ് റൈസ് ടു -3 എന്നാണ് നമുക്ക് കിട്ടിയ ഈ കറസ്പോണ്ടിങ് സീക്വൻസിന്റെ ഇസഡ് ട്രാൻസ്ഫോം നമുക്ക് ഈ രീതിയിലാണ് കിട്ടിയത്. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് 3 + 2/z പ്ലസ് 5/z² പ്ലസ് 7/z³ എഴുതിക്കൊണ്ട് രണ്ട് സെയിം അല്ലേ? ഇസഡ് ഇൻവേഴ്സ് മീൻസ് 1/z നമ്മൾ ഇസഡ് ഇൻവേഴ്സ് എഴുതുന്നത്. അപ്പൊ ഇതിനകത്ത് റീജിയൻ ഓഫ് കൺവേർജൻസ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇസഡിന് ഏത് വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻഫിനിറ്റി ആവുമോ അതൊഴിച്ച് ബാക്കി ഫുൾ റീജിയനെയാണ് നമ്മൾ അതിന്റെ കൺവേർജൻസ് കൺവേർജ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് ആകുക എന്നുള്ളതാണ് അല്ലേ? റീജിയൻ ഓഫ് കൺവേർജൻസ് ആണ്. ഒരു സാധനം കൺവേർജ് ചെയ്യാന്ന് വെച്ചാൽ ഫൈനൈറ്റ് ആകുകയാണ്. അപ്പൊ അതിനകത്ത് എങ്ങനെ എടുക്കുന്നത്? നമ്മൾ എഫ് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇസഡിന് ഏതൊക്കെ വാല്യൂസ് നോക്കും. ഇപ്പൊ ഇസഡിന് ഇപ്പം നമ്മൾ ഇസഡ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? 2/0. ദിസ് എഫ് ഓഫ് ഇസഡ് ബിക്കംസ് എന്താവും? ഇൻഫിനിറ്റി ആവും. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഇൻഫിനിറ്റി ഇട്ട് കഴിഞ്ഞാൽ എന്താവും? 2/∞ അഗൈൻ 0 വരും. അപ്പൊ ഇതിന്റെ കേസിൽ എഫ് ഓഫ് ഇസഡിന് നമ്മൾ ഇസഡിന് 0 കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും? ഒരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആവും. ഓക്കെ, കൺവേർജ് ചെയ്യാന്ന് വെച്ചാൽ ഫൈനൈറ്റ് ആവുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ഇതായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് ROC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ROC എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? നമ്മൾ എഫ് ഓഫ് ഇസഡ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ അതിനകത്ത് ഇസഡിന് ഏതൊക്കെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫിനിറ്റി ആവും അതൊഴിച്ച് ബാക്കി റീജിയനാണ് നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ കേസിൽ ഇപ്പം ഇസഡ് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ 2/z എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എഫ് ഓഫ് ഇസഡ് ഇൻഫിനിറ്റ് വാല്യൂ ആവും. അത് പാടില്ല. സെറ്റ് ഓഫ് വാല്യൂസ് ഫോർ വിച്ച് ദ സിസ്റ്റം കൺവേർജസ് ദാറ്റ് ഈസ് ഇറ്റ് അറ്റൈൻസ് എ ഫൈനൈറ്റ് വാല്യൂ ഇസ് കോൾഡ് റീജിയൻ ഓഫ് കൺവേർജൻസ്. അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് പറയുന്നത്? എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 വിൽ ബി ദ റീജിയൻ ഓഫ് കൺവേർജൻസ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആ സീക്വൻസ് എടുത്ത് ഇവിടെ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് കെ ഈക്വൽസ് 2 4 5 7 3. അതില് 5 ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ നമുക്ക് എഫ് ഓഫ് ഇസഡ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ദാറ്റ് ഈസ് ഹിയർ ദിസ് ഈസ് എഫ് ഓഫ് 0. 5 കറസ്പോണ്ട്സ് ടു എഫ് ഓഫ് 0 ആയിരിക്കും. അപ്പൊ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എഫ് ഓഫ് 1, ദിസ് ഈസ് എഫ് ഓഫ് 2, ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എഫ് ഓഫ് -1, എഫ് ഓഫ് -2. ഇതായിരിക്കും ആ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും 0th പൊസിഷൻ. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിലോട്ട് എഫ് ഓഫ് 1, എഫ് ഓഫ് 2, ലെഫ്റ്റ് സൈഡിലേക്ക് -1, -2. ഇനി നമ്മൾ ഇസഡ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എഴുതും. ഓക്കെ, ഇസഡ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഇസഡ് ഓഫ് എഫ് ഓഫ് കെ ആണ് അല്ലെ? ഇസഡ് ഓഫ് എഫ് ഓഫ് കെ റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ കെ വേരീസ് ഫ്രം -∞ to ∞, എഫ് ഓഫ് കെ ഇസഡ് റൈസ് ടു -k ആണ്. ഇതാണ് അതിന്റെ എക്സ്പ്രഷൻ. ഇവിടെ വേരിയേഷൻ എവിടെ തൊട്ടാ? ഹിയർ വേരിയേഷൻ വേരീസ് ഫ്രം ലോവർ ലിമിറ്റ് -2, അപ്പർ ലിമിറ്റ് 2 ആണ്. സോ എന്ത് വരും? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു സമ്മേഷൻ കെ വേരീസ് ഫ്രം ഇവിടെ -2 to അപ്പർ ലിമിറ്റ് 2, എഫ് ഓഫ് കെ ഇസഡ് റൈസ് ടു -k. ഇനി എന്ത് ചെയ്യാം? -2 to 2 നമ്മളിത് എക്സ്പാൻഡ് ചെയ്യും. അപ്പൊ ഫസ്റ്റ് -2 കൊടുക്കുമ്പോഴത്തേക്ക് എഫ് ഓഫ് -2 ഇസഡ് റൈസ് ടു -of -2, അപ്പം z² വരും. ഇനി അടുത്ത പ്ലസ് സമ്മേഷൻ ആയതുകൊണ്ട് പ്ലസ്. അടുത്ത എന്താ വരുന്നത്? എഫ് ഓഫ് -1 ഇസഡ് റൈസ് ടു -1 of -1 എന്ന് പറയുമ്പോൾ ഇസഡ് റൈസ് ടു 1 വരും. പ്ലസ് അടുത്ത എഫ് ഓഫ് 0 ഇസഡ് റൈസ് ടു 0 പ്ലസ് അടുത്ത എഫ് ഓഫ് 1 ഇസഡ് റൈസ് ടു -1 പ്ലസ് എഫ് ഓഫ് 2 ഇസഡ് റൈസ് ടു -2. ഓക്കെ, അപ്പം നമ്മൾ -2 to 2 വരെ എൻ്റെ വാല്യൂസ് എക്സ്പാൻഡ് ചെയ്തു.
ഇനി എന്ത് ചെയ്യുക, ഇതിനകത്ത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് -2ന്റെ വാല്യൂ എന്താ, 2 ആണ്. 2z². അടുത്ത എഫ് ഓഫ് -1ന്റെ വാല്യൂ 4 ആണ്. എഫ് ഓഫ് -1ന്റെ വാല്യൂ 4 ആണ്. 4z പ്ലസ് എഫ് ഓഫ് 0ന്റെ വാല്യൂ 5 ആണ്. 5z⁻0. z⁻0 മീൻസ് 1 ആണ്. പ്ലസ് എഫ് ഓഫ് 1ന്റെ വാല്യൂ 7. 7z⁻1 പ്ലസ് എഫ് ഓഫ് 2ന്റെ വാല്യൂ 3z⁻2. ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അതിന്റെ ROC ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെന്തൊരു 2z² പ്ലസ് 4z പ്ലസ് 5 പ്ലസ് 7/z പ്ലസ് 3/z² എന്ന് വരും. അപ്പൊ ഇത് നോർമലി എന്താ വരുന്നത്, ഒരു ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആണ്. അപ്പൊ അതിനകത്ത് കൺവേർജ് ചെയ്യുന്ന ഫൈനൈറ്റ് വാല്യൂസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഇസഡിന് കൊടുക്കുക ഡിഫറെന്റ് വാല്യൂസ്. ഇസഡിന് നമ്മൾ 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്താവും, അത് ആ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആവും, ഇല്ലേ? 0 കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റ് ആവും. ഇനി ഇപ്പൊ ഇസഡിന് ഞാൻ ഇൻഫിനിറ്റി കൊടുക്കാന്ന് വെച്ചു, ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴും എന്താവും, എഫ് ഓഫ് ഇസഡ് ഇൻഫിനിറ്റി ആവും. അപ്പൊ ഈ രണ്ട് വാല്യൂസ് ഇസഡിന് 0യും ഇസഡിന് ഇൻഫിനിറ്റിയും കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ എഫ് ഓഫ് ഇസഡ് ഇൻഫിനിറ്റ് ഡ്യൂറേഷൻ ആവും. അപ്പൊ നമ്മളുടെ ROC എന്തായിരിക്കും, എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി വിൽ ബി ദ റീജിയൻ ഓഫ് കൺവേർജൻസ്. അപ്പൊ അത് എഴുതണം. എന്താണ്, എൻറ്റയർ Z plane except Z is equal to 0 and Z is equal to infinity. ഇതാണ് അതിന്റെ ROC എന്ന് പറയുന്നത്. Z plane നമ്മൾ ലാപ്ലാസ് പറയുന്ന പോലെ ഒരു Z plane ഉണ്ട്, S plane പോലെ. ഇപ്പോൾ ഒരു സിഗ്മ ജെ ഒമേഗ ഒരു യൂണിറ്റ് സർക്കിൾ ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ കേസിൽ എൻറ്റയർ ഇസഡ് പ്ലെയിൻ ആയിരിക്കും എക്സെപ്റ്റ് ഈ രണ്ട് വാല്യൂസ് ഇസഡ് ഇസ് ഈക്വൽ ടു 0യും ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അതിന്റെ റീസൺ എന്താ, ഈ എക്സ്പ്രഷനകത്ത് നമ്മൾ സപ്പോസ് ഇസഡിന് നമ്മൾ ഇതിനകത്ത് 0 കൊടുക്കുമ്പോഴത്തേക്കും എഫ് ഓഫ് ഇസഡ് എന്താവും, ഇൻഫിനിറ്റി ആവും. അതുപോലെ ഇസഡ് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴും എന്താവും, ആ വാല്യൂ അതെന്തായിട്ട് മാറും, ഇൻഫിനിറ്റ് ആയിട്ട് ചേഞ്ച് ആവും. അപ്പൊ ഇൻഫിനിറ്റ് ആവാൻ പാടില്ല. എന്തായിരിക്കണം, അതൊരു റീജിയൻ ഓഫ് കൺവേർജൻസ് ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം. അപ്പൊ the region of convergence will be entire Z plane except Z is equal to 0 and Z is equal to infinity corresponds to region of convergence of this particular sequence. ഇതാണ് റീജിയൻ ഓഫ് കൺവേർജൻസും അതുപോലെ ഇസഡ് ട്രാൻസ്ഫോം ഒരു സീക്വൻസ് വരുമ്പം ഉള്ള അതിൻ്റെ മെത്തേഡ് ഫോർ ഫൈൻഡിങ് ഇസഡ് ട്രാൻസ്ഫോം ആൻഡ് ഇറ്റ്സ് ROC. മോർ വീഡിയോസ് ഞാൻ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതൊന്ന് വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2ൽ ഫങ്ഷൻസ് തരുമ്പം അതിൻ്റെ എങ്ങനെയാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സൈഡ് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. ഇപ്പം ഇതിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ 0 ആണ്, അല്ലേ? 0 ആണ്. 0ക്ക് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ വാല്യൂ ആണ് ഡബിൾ സൈഡ് സീക്വൻസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള പ്രോബ്ലംസ് അതിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസി.